ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒറിജിനൽ കറുവാപ്പട്ട എങ്ങനെയാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് പട്ട എടുക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത്, നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കാണപ്പെടുന്നത് ഈ സിലോൺ സിനമൺ എന്ന് പറയപ്പെടുന്ന ഒറിജിനൽ സിനമണാണ്. അതേസമയം നമുക്ക് പലചരക്ക് കടകളിലും അല്ലെങ്കിൽ മലഞ്ചരക്ക് കടകളിലൊക്കെ പലപ്പോഴും ഈ സിന്നമൺ അല്ലെങ്കിൽ കറുവപ്പട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത് കാസിയ എന്ന് പറയപ്പെടുന്ന ഒരു ഇതിനോട് സാമ്യമുള്ള ഒരു വൃക്ഷത്തിൻ്റെ തൊലിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ കാസിയ എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ അകത്തൊരു വിഷപദാർത്ഥമുള്ളത് കൊണ്ട് അത് ലിവറിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള വിഷപദാർത്ഥങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പം ലിവർ ഡാമേജ്, അതുപോലെ ക്യാൻസർ പോലത്തെയുള്ള ഇഷ്യൂസൊക്കെ ഒരുപാട് വരുന്നതിന് ഇത്തരത്തിലുള്ള കാസിയ എന്ന് പറയുന്ന മരത്തിൻ്റെ തൊലി അതിൽ മിക്സ് ചെയ്ത് ചേർക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും? നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഇത്തരത്തിൽ തന്നെ ഉണ്ടാകുന്ന കറുവപ്പട്ടയുടെ മരങ്ങൾ നമുക്കത് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. ഇത് ഞങ്ങളുടെ വളപ്പിലുള്ള ഒരു മരമാണ്. ഇത് തന്നെ ഉണ്ടായ ഒരു മരമാണ്. അതിൻ്റെ ഇല കണ്ടാൽ അറിയാം, നമുക്ക് ഇല കാണുമ്പോൾ അറിയാം ഇത്തരത്തിലാണ് കറുവപ്പട്ടയുടെ ഇല ഉണ്ടായിരിക്കുക. നല്ല ഡാർക്ക് പച്ച കളറിൽ അധികം നീളമില്ലാത്ത ഇലകളായിരിക്കും ഈ കറുവപ്പട്ടയുടെ ഇല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇല വാറ്റിയാൽ നമുക്കിതിൽ നിന്ന് ഓയിൽ എടുക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ പുറംതൊലി എടുത്തിട്ടാണ് നമ്മൾ കറുവപ്പട്ടയായിട്ട് കറികളിൽ ഉപയോഗിക്കുന്നത്. അത് തന്നെ രണ്ട് തരത്തിലെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന തീരെ ചെറിയ തരത്തിലുള്ള കമ്പുകളിൽ നിന്ന് എടുക്കുന്ന അതിൻ്റെ പട്ട വളരെ കനം കുറഞ്ഞതും നമുക്കത് ഒരു റോള് പോലെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും തിന്നായിട്ടുള്ള ഒരു അതിൻ്റെ തൊലിയായിരിക്കും. അപ്പോൾ അത് നമുക്ക് അത്രയും സിന്നമൺ സിഗരറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെ റോളായിട്ട് നമുക്ക് കിട്ടില്ല. കണ്ടോ, ഇതിൻ്റെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ നിന്ന് തൊലി എടുക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ നമുക്കത് ചീവി എടുക്കാം. അങ്ങനെയുള്ള ചെറിയ കമ്പുകളിൽ നമുക്ക് ചീവി എടുക്കുകയായിരിക്കും എളുപ്പമായിട്ടുള്ളത്. അതേസമയം നമുക്ക് വലിയ തടികളിൽ, അതായത് കുറച്ചും കൂടി വണ്ണമുള്ള തടികളാണെങ്കിൽ നമുക്ക് നല്ല സിന്നമൺ സിഗരറ്റ്സ് അല്ലെങ്കിൽ ചുരുളുകളായിട്ട് നമുക്കതിൽ നിന്ന് നല്ല ഭംഗിയിൽ എക്സ്പോർട്ട് ക്വാളിറ്റി തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ചെയ്യേണ്ടത്, ഇതിൻ്റെ പുറത്തുള്ള ഒരു പരുപരുത്ത ഒരു പ്രതലമുണ്ട്. അതിന് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള അതിൻ്റെ മരത്തിൻ്റെ തൊലി പോലെയുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് കളഞ്ഞതിന് ശേഷം വേണം നമുക്കതിൻ്റെ നമുക്കിതിൻ്റെ ഈ പുറംതൊലി നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ തൊലി വളരെ കനം കുറഞ്ഞതിന് കാരണം നമ്മളിത് ഇളം ശാഖകളാവുമ്പോൾ നമുക്കിങ്ങനെ ചീന്തി എടുക്കുമായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. കനം കൂടിയ ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റിങ്ങായിട്ട് നമുക്ക് എടുക്കാനും അതങ്ങനെ ചുരുളുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ വീട്ടാവശ്യത്തിന് എടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ ഭംഗിയിൽ കിട്ടിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചീന്തി എടുത്താൽ നമ്മുടെ വേഗം പണി കഴിയും. കാരണം ഇത് ഇത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമുക്കിത് പൊട്ടാതെയൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. കണ്ടോ, ഇതുപോലെ നമുക്ക് റോളുകളായിട്ട് ലഭിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ആദ്യം അതിൻ്റെ പുറംതൊലി ഒരു കത്തി കൊണ്ട് ചീവി കളയുന്നു. നമ്മൾ മുരിങ്ങയുടെയൊക്കെ പുറത്ത് തൊലി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചീവി കളയുന്നത് പോലെ ചീവി കളയുന്നു. അതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള അതിൻ്റെ കറുവപ്പട്ട എന്ന് പറയപ്പെടുന്ന ഭാഗം നമ്മൾ ഇതുപോലെ റോളുകളാക്കി എടുക്കുന്നു. ഒരുപാട് താഴ്ത്തിയും എടുക്കുന്നില്ല, കാരണം അതിൻ്റെ താഴെയുള്ള ലെയറിന് കുറച്ച് കയ്പ്പ് രസം മിക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ മരത്തിനോട് നമ്മൾ വല്ലാതെ ചേർത്തെടുക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ അടർന്നു പോരുന്ന ഈ ഒരു ഭാഗം മാത്രം നമുക്ക് നല്ല രീതിയിൽ അടർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കറുവപ്പട്ട നമ്മൾ ശേഖരിക്കുന്നത്. ഇത് നമുക്ക് ശേഖരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ വെയിലത്തിട്ട് ഉണക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് വെയിലത്തിട്ട് ഉണക്കിയില്ലെങ്കിൽ കൂടി ചൂടുള്ള കാലാവസ്ഥയിൽ വെയിലിനോടടുത്ത് ചൂടുള്ള സ്ഥലങ്ങളിൽ
സ്ഥലങ്ങളിലൊക്കെ ഇട്ട് ഉണക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല സ്മെല്ലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ പുറംതൊലി വേർപെടുത്തുന്ന സമയത്ത് തന്നെ നമുക്ക് കറുവപ്പട്ടയുടെ നല്ല സുഗന്ധം നമ്മുടെ വീട്ടിലൊക്കെ നിറയും. കാരണം അത്രയും സ്മെല്ലാണ് ഈ നാടൻ സിന്നമൺ അല്ലെങ്കിൽ നാടൻ കറുവപ്പട്ടയ്ക്ക് ഉള്ളത്. ഇതിന് വലിയ ഡിമാൻഡാണുള്ളത്. കാരണം ഈ കാസിയ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ എലിവിഷമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന കാസിയയ്ക്ക് വളരെ അവിടെ പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുള്ളത് കൊണ്ട് വളരെ നിസ്സാര വിലയ്ക്കാണ് അത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഈ സീലോൺ സിന്നമൺ അല്ലെങ്കിൽ നമ്മുടെ ഈ നാടൻ സിന്നമൺ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ കൺട്രോളിനും ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിനും ഹൃദയാരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതായിട്ടുള്ള ഈ ഉൽപ്പന്നത്തിന് വില കുറച്ച് കൂടുതലാണ്. നമുക്കിത് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുന്നതിന് തിരിച്ചറിയുന്നതിന് വളരെ എളുപ്പമാണ്. ഇത് പിടിച്ച് നമ്മളിങ്ങനെ ഉണങ്ങിയത് ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ കൈകൊണ്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. അതേസമയം കാസിയ എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് പൊടിക്കാൻ പറ്റില്ല. അത് വളരെ ഹാർഡായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി ഇത്തരത്തിലുള്ള ഒറിജിനൽ സിന്നമൺ വാങ്ങി ഉപയോഗിക്കുക. ഇത് നമ്മുടെ പ്രമേഹം, അതുപോലെ അമിതവണ്ണം, കുടവയർ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു പരിഹാരമാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്. Oh, let me up.